ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽകുമാർ. രാജ്യത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ വർദ്ധിച്ചുവരുന്ന അതിക്രമങ്ങൾ ആശങ്കാജനകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജില്ലാ ജുഡീഷ്യറി ദേശീയ സമ്മേളനം ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സുപ്രീംകോടതി സ്ഥാപിതമായതിന്റെ 75ാം വാർഷികത്തിന്റെ സ്മരണിക സ്റ്റാമ്പും നാണയവും അദ്ദേഹം പുറത്തിറക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ 3 വന്ദേ ഭാരത് ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. മീററ്റ് ലഖ്നൌ, മധുര ബംഗളൂരു, ചെന്നൈ നാഗർകോവിൽ പാതകളിലാണ് പുതിയ ട്രെയിനുകൾ സർവീസ് നടത്തുക. പരിസ്ഥിതി, സമ്പദ്വ്യവസ്ഥ, തൊഴിൽ എന്നിവയ്ക്കായുള്ള ജൈവ സാങ്കേതിക വിദ്യ അഥവാ ബയോ E3 നയം 2024 കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. ഈ നയം രാജ്യത്ത് ജൈവ നിർമ്മാണ മേഖലയെ പ്രോത്സാഹിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ പെൺകുട്ടികളും വനിതകളും ആരോഗ്യമുള്ളവരും ശാക്തീകരിക്കപ്പെട്ടവരുമായാൽ മാത്രമേ വികസിത ഇന്ത്യ സാക്ഷാത്കരിക്കാനാകൂ എന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി. 7ാമത് ദേശീയ പോഷണ മാസാചരണത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഗുജറാത്തിൽ നിർവഹിക്കുകയായിരുന്നു അവർ. രാജ്യത്തെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നാളെ പ്രവർത്തനമാരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. അസന ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ് തിങ്കളാഴ്ചയോടെ തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യത. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി ശാരദാ മുരളീധരൻ ചുമതലയേറ്റു. 2025 ഏപ്രിൽ വരെയാണ് കാലാവധി. സ്ഥാനമൊഴിഞ്ഞ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിന്റെ ജീവിത പങ്കാളി കൂടിയാണ് ശാരദാ മുരളീധരൻ. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ നീക്കാൻ തീരുമാനിച്ചതായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. TP രാമകൃഷ്ണൻ പുതിയ കൺവീനറാകും. M മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വയനാട് മുണ്ടക്കൈ ചൂരമല ദുരന്തബാധിത പ്രദേശത്തെ അതിജീവിതർക്കായുള്ള വികസന പദ്ധതികൾ വേഗത്തിലാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ തകർന്ന വയനാട്ടിലെ സ്കൂളുകളിൽ പുനഃപ്രവേശനോത്സവം തിങ്കളാഴ്ച നടക്കും. മന്ത്രി V ശിവൻകുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്യും. പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് 5ാം മെഡൽ. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൽ SH1 റുബീന ഫ്രാൻസിസാണ് വെങ്കലം നേടിയത്. US ഓപ്പൺ ടെന്നീസിൽ നിന്ന് നിലവിലെ ചാമ്പ്യനും ലോക 2ാം നമ്പർ താരവുമായ നൊവാക് ജോക്കോവിച്ച് പുറത്ത്. 3ാം റൗണ്ടിൽ ഓസ്ട്രേലിയയുടെ അലക്സി പോപ്പറിനാണ് ജോക്കോവിച്ചിനെ പരാജയപ്പെടുത്തിയത്. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ കിരീടം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെ കീഴടക്കിയാണ് നോർത്ത് ഈസ്റ്റ് കിരീടം സ്വന്തമാക്കിയത്. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ലോഞ്ചിംഗ് തിരുവനന്തപുരത്ത് നടന്നു. നടൻ മോഹൻലാൽ ലോഞ്ചിംഗ് നിർവഹിച്ചു. ചാമ്പ്യന്മാർക്കുള്ള ട്രോഫി കായികമന്ത്രി V അബ്ദുറഹിമാൻ അനാവരണം ചെയ്തു. അങ്കമാലി യാർഡിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ചില ട്രെയിനുകളുടെ സർവീസുകളിൽ നാളെ മുതൽ മാറ്റം. നാളെ രാവിലെ 7:20 പുറപ്പെടേണ്ടിയിരുന്ന പാലക്കാട് എറണാകുളം ജംഗ്ഷൻ മെമു, ഉച്ചയ്ക്ക് 2:45 പുറപ്പെടേണ്ട എറണാകുളം ജംഗ്ഷൻ പാലക്കാട് മെമു സർവീസുകൾ റദ്ദാക്കി. തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ് ഞായറാഴ്ച എറണാകുളം ജംഗ്ഷനിൽ സർവീസ് അവസാനിപ്പിക്കും. തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് എറണാകുളം ടൗണിലും കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് ഷൊർണൂരിലും ഞായറാഴ്ച സർവീസ് അവസാനിപ്പിക്കും. കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് നാളെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് വൈകിട്ട് 5:25 പുറപ്പെടും. കോഴിക്കോടിനും എറണാകുളത്തിനുമിടയിൽ സർവീസ് റദ്ദാക്കും. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ കാസ്പിൽ വ്യാജമായി പേര് ചേർക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ആരോഗ്യവകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയിലൂടെ സമഗ്ര ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് കാസ്പ്. ഗ്രാമപഞ്ചായത്തിൽ വിവാഹിതരാകുന്ന ദമ്പതികൾക്ക് ഇനി രജിസ്ട്രാർക്ക് മുൻപിൽ ഓൺലൈനായി ഹാജരായി വിവാഹം രജിസ്റ്റർ ചെയ്യാമെന്ന് മന്ത്രി MB രാജേഷ് അറിയിച്ചു. നേരിട്ട് ഹാജരാകണമെന്ന നിബന്ധനയിലാണ് ഇളവ് നൽകുന്നത്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഡെയ്ല മദർഷിപ്പ് വിഴിഞ്ഞം തുറമുഖത്തെ ബർത്തിലേക്ക് അടുപ്പിക്കുന്നത് നാളത്തേക്ക് മാറ്റി. ഇന്ന് നടത്താനിരുന്ന ബർത്തിങ് അധികൃതരുടെ സൗകര്യാർത്ഥം നാളത്തേക്ക് മാറ്റുകയായിരുന്നു. റഷ്യയിലെ കാംചത്ക മേഖലയിൽ 22 പേരുമായി ഹെലികോപ്റ്റർ കാണാതായി. ഇന്ന് രാവിലെ പറന്നുയർന്ന ഉടൻ Mi-8T ഹെലികോപ്റ്ററുമായുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടതായി റഷ്യൻ വ്യോമ ഏജൻസി അറിയിച്ചു. കോട്ടയം മണർക്കാട് സെന്റ് മേരീസ് യാക്കോബായ സെറിയൻ കത്തീഡ്രൽ പള്ളിയിലെ 8 നോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് സെപ്റ്റംബർ 6 ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. മണർക്കാട് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ആണ് അവധി.
സംസ്ഥാന സർക്കാരിന്റെ 4ാം 100 ദിന പരിപാടിയുടെ ഭാഗമായുള്ള ജില്ലാതല അദാലത്ത് അടുത്ത മാസം 6-ന് കോഴിക്കോട് നടക്കും. 7-ന് കോർപ്പറേഷൻ തല അദാലത്തും സംഘടിപ്പിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.